മണിയാകുമ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകാമെന്ന് ഇറങ്ങിയിട്ടോ. മഴയൊക്കെ തോർന്ന സമയം നോക്കിയിട്ട് ഇറങ്ങിയതാണേ. കാരണം ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ കൺമണിയുടെ ആ ഹെൽമെറ്റൊക്കെ വെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞതാണ്. കാരണം അത് വെച്ചിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവളൊരു വാശിക്ക് എടുത്തിട്ട് വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അത് അശ്വിന് തിരിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു വഴിയൊക്കെ ഇങ്ങനെ പോവുകയാണേ. നമ്മൾ നേരെ പോകുന്നത് ഓൾഡ് മണ്ടിപ്പേട്ട് സൈഡിലേക്കാണ് കേട്ടോ. അവിടെ ഉണ്ടല്ലോ കുറച്ച് പാത്രക്കടയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ യാത്ര. ഞാൻ നമ്മുടെ നാട്ടിലെ ഉരുളി തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവിടെ ഉരുളി കിട്ടാൻ പോകുന്നില്ല എന്ന്. എന്നാലും അശ്വിൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമല്ലോ എന്ന്. അങ്ങനെ പോയപ്പോഴേക്കും ഉരുളി ചോദിച്ചാൽ എനിക്ക് ചേട്ടൻ ഇതെടുത്ത് തന്നു കേട്ടോ. പക്ഷേ ഇതെല്ലാം എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോഴേക്കും ആ ശരിക്കും ഉരുളി എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴേക്കും ഉരുളി പോലത്തെ ഒരു സാധനം എന്താ അകത്തിരിക്കുന്നു. പക്ഷേ ഇതൊരു 1000 രൂപയുടെ ഡ്യൂപ്ലിക്കേറ്റ് സംഭവമാണ് കേട്ടോ. അതായത് നമ്മുടെ പൂവൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു ഐറ്റം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒന്നും കിട്ടാതെ തിരിച്ച് വരുന്ന വഴി ഞങ്ങളൊരു ജ്യൂസ് ഷോപ്പിൽ പോയിട്ടോ. പണ്ട് ഞങ്ങൾ എന്നും പോകുന്നൊരു ജ്യൂസ് ഷോപ്പായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് ബട്ടർ ഫ്രൂട്ട് ഷേക്കൊക്കെ വാങ്ങിച്ചു. അതായത് നമ്മുടെ അവക്കാഡോ ഷേക്ക്. അതിനുശേഷം കൺമണിയാണെങ്കിൽ പറഞ്ഞു ഷുഗർ കെയിൻ ജ്യൂസ് വേണമെന്ന്. ലാസ്റ്റ് ഞാൻ അവളുടെ ജ്യൂസും അവൾ എൻ്റെ ജ്യൂസും കുടിച്ചു. അപ്പോൾ അത്രയും